നേരെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം അല്ലേ? അവിടെ സുധീഷ് ഗോപാൽ തയ്യാറായി നിൽക്കുന്നുണ്ട്. സുധീഷ്, ആരും തന്നെ ഒരു പുതിയ സമൃദ്ധമായൊരു വർഷം ആശംസിക്കുകയാണ് ഈ ചിങ്ങപ്പൊൻപുലരിയിൽ. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് സുധീഷ് ഉള്ളത്. അമ്പലപ്പുഴ കണ്ണനെ കാണാൻ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണോ അനുഭവപ്പെടുന്നത്? കെ പി രാഹി, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് സാധാരണ ദിവസത്തേക്കാൾ സ്വാഭാവികമായും ചിങ്ങപ്പുലരി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നിവിടെ ഏറ്റവും പ്രധാനമായിട്ടുമുള്ളത് 1008 നാളികേരം നിവേദിച്ചുകൊണ്ടുള്ള മഹാഗണപതി ഹോമം ഇവിടെ നടക്കുന്നുണ്ട്. അത് പുലർച്ചെ തന്നെ ആരംഭിച്ച് ഏതാണ്ട് 11 മണി വരെ ഈ മഹാഗണപതി ഹോമത്തിൻ്റെ ഹോമങ്ങൾ തുടരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഏതാണ്ട് 5000-ലധികം ഭക്തരുടെ പങ്കാളിത്തത്തോടെയാണ് ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മഹാഗണപതി ഹോമം നടത്തുന്നത്. അത് ഈ ചിങ്ങപ്പുലരിയുമായി ബന്ധപ്പെട്ട് വിശേഷാൽ നടത്തുന്ന പൂജ കൂടിയാണ് എന്നതാണ് പ്രത്യേകത. നമുക്കറിയാം, അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ പേരിലായാലും എന്തുകൊണ്ടും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് വലിയ പ്രശസ്തിയും പ്രസക്തിയുമാണ് ഉള്ളത്. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇവിടേക്ക് പുലർച്ചെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളോടെ തന്നെ ഇന്നത്തെ ഈ മഹാഗണപതി ഹോമത്തിൻ്റെ പ്രത്യേകതയും മറ്റും ചോദിക്കാം. ചേട്ടാ, ഇത് എല്ലാ 1-ാം തീയതി ഉള്ളതാണോ അതേ ചിങ്ങമാസത്തിൽ? മലയാള മാസത്തിൻ്റെ ആണ്ടുപറപ്പ് ചിങ്ങം 1-ാം തീയതി എല്ലാ വർഷവും സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് 1008 നാളികേരത്തിൻ്റെ മഹാഗണപതി ഹോമം. അതിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ സഹകരണത്തോടുകൂടിയും ദേവസ്വം ബോർഡിൻ്റെയും അമ്പലപ്പുഴ ക്ഷേത്രോപദേശ സമിതിയുടെയും നേതൃത്വത്തിലാണ് ഈ ഒരു വിപുലമായൊരു ചടങ്ങ് എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രസാദം എപ്പോഴത്തേക്കായിരിക്കും? പ്രസാദം 11 മണിയാകുമ്പോൾ പ്രസാദ വിതരണം തുടങ്ങും. 11 മണിക്ക് മുന്നേ ഒരു 10:45 ആകുമ്പോഴത്തേക്ക് ഗണപതി ഹോമത്തിൻ്റെ സമാപനം കഴിയുമ്പം പ്രസാദ വിതരണം ഇവിടെ നാടകശാലയിൽ വെച്ച് നടത്തുന്നതാണ്. ഇന്ന് എത്രത്തോളം തിരക്ക് സാധാരണ ദിവസത്തേക്കാൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഉണ്ട്? ഇന്ന് വെളുപ്പിനെ 3 മണി തൊട്ട് നിർമ്മാല്യ ദർശനം തൊട്ട് ആയിരക്കണക്കിന് ഭക്തരാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അവനവൻ്റെ സങ്കടങ്ങളുമെല്ലാം അർപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. അതൊരു പ്രവാഹം ഒരു വൈകിട്ടത്തേക്ക് വരെ നീണ്ടു നിൽക്കും ജനങ്ങളുടെ ഒരു ഭക്തരുടെ പ്രവാഹം. ചേച്ചിയൊക്കെ എങ്ങനെയല്ല 1-ാം തീയതിയിലെ ഇവിടുത്തെ നിത്യ സന്ദർശകയാണ്? ഞാനിപ്പോൾ ഉപദേശ സമിതി അംഗമാണ്. ഞങ്ങൾ ദിവസവും വരുന്നതാണ്. പിന്നെ 1-ാം തീയതി എപ്പോഴും വരാറുണ്ട്, തൊഴാറുണ്ട്. ഇത് തന്നെയാണ്. എന്തു തന്നെയായാലും ഇവിടെ വലിയ ഭക്തജന തിരക്ക്, അത് പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിന് അടക്കം ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ആ തിരക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നു. 11 മണിയോടെ ഈ മഹാഗണപതി ഹോമത്തിൻ്റെ പ്രസാദം ലഭിക്കും. അതിനും ശേഷമായിരിക്കും അമ്പലപ്പുഴ പാൽപ്പായസം പ്രസാദമായി ലഭിക്കുക. അതിനും വലിയ തിരക്ക് നമുക്ക് ഓരോ ദിവസവും കാണാൻ കഴിയും. ഇന്ന് പ്രത്യേകിച്ചും കൂടുതൽ തിരക്ക് അനുഭവപ്പെടും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് കൂടുതൽ പാൽപ്പായസം കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ വൈകിട്ട് രാമായണ പ്രശ്നോത്തരിയുടെ ഒരു സമ്മാനദാന വിതരണമുണ്ട്. അത് ബഹുമാനപ്പെട്ട MLA ജി സുധാകരൻ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരെല്ലാവരും കൂടെ പങ്കെടുക്കുന്ന സമ്മേളനമാണ് വൈകിട്ട് 5 മണിക്ക് നാടകശാലയിൽ വെച്ച്. അതുതന്നെയാണ് ഇന്ന് ഈ കർക്കിടക മാസം അവസാനിച്ചു. അതിൻ്റെ രാമായണ പ്രശ്നോത്തരിയുടെ സമ്മാനദാനം അടക്കം ഇന്ന് ക്ഷേത്രത്തിൽ നടക്കും. ആ രീതിയിൽ കർക്കിടകം കഴിഞ്ഞ് ഇനി ചിങ്ങപ്പുലരിയാണ്. ഇനി ഓണാഘോഷം അടക്കമുള്ള ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ വരികയാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവും വലിയ രീതിയിൽ ആർഭാടമായി നടത്തുന്നതാണ്. ആ രീതിയിലുള്ള അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയും ഇനി അങ്ങോട്ട് ക്ഷേത്രത്തിൽ ഉണ്ടാകും. ഇപ്പോഴും ആ ഭക്തജന തിരക്ക് തുടർന്നുകൊണ്ടും ഇരിക്കുകയാണ്. കെ പി രാഹി. വലിയ തിരക്ക് തന്നെയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന. പ്രത്യേക ചടങ്ങുകളുമുണ്ട്.